BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നു വന്നിട്ടുള്ള കർണാടകയിലെ ഭൂമി കുംഭകോണ ആരോപണത്തെക്കുറിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. നമുക്കറിയാം BJP സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി എന്നതിലൊക്കെ ഉപരി ഒരു നല്ല ബിസിനസ്സുകാരനാണ്. അതായത് ഒരു ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് നിരവധി ബിസിനസ് സംരംഭങ്ങളുണ്ട്. അപ്പോൾ കർണാടകയിൽ വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള BPL ഗ്രൂപ്പ് അവിടെ ഒരു ഫാക്ടറി തുടങ്ങാൻ എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഭൂമി കൈക്കലാക്കുകയും അത് പിന്നീട് കോടികൾക്ക് മറിച്ചുവിറ്റു എന്നുമാണ് പരാതി ഉയർന്നു വന്നിട്ടുള്ളത്, ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. അത് 1994 മറ്റോ ആണ് അവിടെ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഭാര്യാപിതാവിനുമൊക്കെ പങ്കുള്ള ഒരു ബിസിനസ് സംരംഭമാണ് BPL ഗ്രൂപ്പ്. അവിടെ ഒരു ഫാക്ടറി തുടങ്ങണമെന്ന് പറയുന്നു. എന്നിട്ട് കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ 175 ഏക്കറോളം കൃഷിഭൂമിയാണ് അത് പാട്ടത്തിനെടുക്കുന്നു. പക്ഷേ അവിടെ ഫാക്ടറി തുടങ്ങിയില്ല എന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം അവിടെ വ്യാജരേഖ ചമച്ച് സർക്കാരിനെയൊക്കെ പറ്റിച്ച് സർക്കാരിൽ നിന്ന് മന്ത്രിമാരൊക്കെ ആ ക്രമക്കേടിന് കൂട്ടുനിന്നു എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. ഈ 175 ഏക്കറോളം വരുന്ന ഭൂമി അത് വൻകിട കമ്പനികൾക്ക്, അത് മാരുതി സുസുക്കി പോലെയുള്ള വൻകിട കമ്പനികൾക്ക് അത് മറച്ചു വിൽക്കുകയും അതിലൂടെ കോടികളുടെ ലാഭം രാജീവ് ചന്ദ്രശേഖറും കുടുംബവും ഉണ്ടാക്കി എന്നാണ് ഈ പരാതി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതി അഭിഭാഷകനായ ജഗദീഷ് കുമാർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലുമൊക്കെ പരാതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വലിയ കോടികളുടെ ക്രമക്കേടാണ്. അപ്പോൾ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. അതിൽ മാധ്യമപ്രവർത്തകർ ഈ ഭൂമി ക്രമക്കേടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ ഭൂമി കുംഭകോണം പരാതി എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അജിംസ്, എന്താണ് ഈ കർണാടകയിലെ ഈ കോടികളുടെ സർക്കാർ ഭൂമി മറിച്ചുവിറ്റു എന്ന് പറയുന്നത്? അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? അല്ല, ഇത് ഈ ജഗദീഷ് കുമാർ എന്ന് പറഞ്ഞ വക്കീൽ കർണാടക സർക്കാരിന് കൊടുത്തിട്ടുള്ള പരാതി അത് രാജീവ് ചന്ദ്രശേഖറിനെതിരെ മാത്രമല്ല. അതായത് നമ്മുടെ കിൻഫ്ര പോലെ കർണാടകയിലെ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്, പൊതുമേഖലാ സ്ഥാപനം. ആ സ്ഥാപനം സാധാരണക്കാരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുകയും അത് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ലീസിന് കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ കിൻഫ്ര പോലെ തന്നെ സെയിം പ്രോസസ്സാണ്. കഴിഞ്ഞ 50 വർഷമായി, അതായത് 70-കൾ മുതൽ ഇതുവരെ 1.5 ലക്ഷം ഏക്കർ ഭൂമി അവർ അങ്ങനെ വാങ്ങിയെടുത്ത് ലീസിന് കൊടുത്തിട്ടുണ്ട് ഈ ബോർഡ്. അതിൽ 70% ഭൂമിയും വ്യാവസായിക ആവശ്യത്തിനല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അത് അലോട്ട് ചെയ്ത ആളുകൾ അത് മറച്ചു വിൽക്കുകയോ മോഡ്ഗേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. ഇതിപ്പോൾ ഒരു പരാതിയായി സർക്കാരിന് മുമ്പിൽ വരുന്നത് മാത്രമല്ല, ഇതിനു മുമ്പ് കർണാടക അസംബ്ലിയിൽ ഇത്തരം വിഷയങ്ങൾ ധാരാളം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരനെ കൂടി അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നു മാത്രമല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കർണാടക അസംബ്ലിയിൽ HD കുമാരസ്വാമി ഇതേ വിഷയം അസംബ്ലിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖരനെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഉന്നയിച്ചത്. രാജചന്ദ്രൻ്റെ പേര് അതിലുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതൊരു വലിയ ബ്രോഡർ സ്കാമാണ്. ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘം വേണം, അന്വേഷിക്കണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് BPL എന്ന കമ്പനി അതിൽ വരുന്നതുകൊണ്ടും മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിലേക്ക് അത് ഫോക്കസ് ചെയ്യുന്നത്. അതിനപ്പുറം രാജീവ് ചന്ദ്രശേഖരന് മാത്രം പ്രശ്നമല്ല, അതൊരു ബ്രോഡർ സ്കാമാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോക്രാറ്റും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റുമാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അതിൻ്റെ കാരണം ഇപ്പോൾ TPG നമ്പ്യാർ, അതായത് BPL എന്ന് പറയുന്ന കമ്പനി ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ മേക്ക് ഇൻ ഇന്ത്യ കമ്പനിയാണത്. മോദി ഇപ്പോൾ പറയുന്ന ഈ മേക്ക് ഇൻ ഇന്ത്യ 60-കളിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു കമ്പനിയാണ് BPL. ഇപ്പോൾ 80s കിഡ്സിനെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ BPL-ലുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ കാരണം അന്ന് BPL എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഓരോ വീട്ടിലെയും ഒരു ഹൗസ് ഹോൾഡ് നെയിമായിരുന്നു BPL. അതിൻ്റെ പ്രോഡക്റ്റ് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാത്ത ആളുകളില്ല. 1. 2, ടെലിവിഷൻ വ്യാപകമാവുന്ന സമയത്ത് ടെലിവിഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കുക, കളർ ടെലിവിഷൻ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു കമ്പനിയാണത്. അപ്പോൾ ആ കമ്പനി അവർ ഇന്ത്യയിൽ ആ കമ്പനി പാലക്കാട് അവരുടെ ഫാക്ടറി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വിൽക്കുക മാത്രമല്ല, അത് വിദേശത്തേക്ക് കയറ്റി വയ്ക്കുകയും ചെയ്തിരുന്നു. അത്രമാത്രം വലിയൊരു കമ്പനിയായിരുന്നു അത്. പിന്നീട് 90-കളുടെ അവസാനമാകുമ്പോഴത്തേക്കും മറ്റ് ബ്രാൻഡുകൾ വരുന്നു, അതുമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. കോമ്പറ്റീഷനിൽ അത് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ശരിക്കും രാജീവ് ചന്ദ്രശേഖരൻ്റെ 90-കളുടെ തുടക്കത്തിൽ ഈ TPG നമ്പ്യാരുടെ മകൾ അഞ്ജുവിന് വിവാഹം കഴിക്കുന്നു. ഈ BPL കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം പ്രധാനമായി ടെലിവിഷൻ അതുപോലെ മറ്റ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിലല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അദ്ദേഹം അന്ന് തന്നെ ഇന്നൊവേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മൊബൈൽ കമ്പനി സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്, BPL മൊബൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ BPLൻ്റെ ഭാഗമായി തന്നെ BPL മൊബൈൽ വരുന്നു. ഈ 95-96 കാലഘട്ടത്തിലാണ് BPL കമ്പനിക്ക്, അത് 2 കമ്പനിയല്ല, BPL കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. അന്ന് BPL കമ്പനിക്ക് ബാംഗ്ലൂരിൽ കോറമംഗല എന്ന സ്ഥലത്ത്
ഭൂമി അനുവദിക്കുന്നു. അത് ഈ ടെലിവിഷൻ പോലുള്ള സാധനങ്ങൾ, ടെലിവിഷൻ ട്യൂബ് ലൈറ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഫാക്ടറിക്ക് വേണ്ടി ഈ പറയുന്ന ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് ഭൂമി അനുവദിക്കുന്നു. ആ ഭൂമി അനുവദിച്ചിട്ട് അവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, പ്ലാൻ ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ആ ഭൂമി ഇവർ മറച്ചു വിറ്റു 2009 BPL കമ്പനി മറച്ചു വിറ്റു. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം 95-നും 2009-നും ഇടയിൽ ഈ 16 വർഷത്തിൽ മറ്റ് ചില സംഭവങ്ങൾ നടന്നു. രാജീവ് ചന്ദ്രശേഖർ BPLുമായി വിട പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ BPL മൊബൈൽ, അന്ന് തുടക്കത്തിൽ ഈ മൊബൈൽ ഫോൺ വരുന്ന സമയത്ത് അന്ന് ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് BPLും ഒന്ന് എസ്കോട്ടലുമാണ്. എസ്കോട്ടൽ പിന്നെ ഐഡിയ എന്ന പേരിൽ അവരെ അക്വയർ ചെയ്തു. BPL ഹച്ച് ഏറ്റെടുത്തു. അപ്പോൾ ഈ BPL എന്ന് പറയുന്ന കമ്പനി ഹച്ചിന് കൊടുക്കുന്ന ആ സമയത്ത് ഈ TPG നമ്പ്യാരും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ വലിയൊരു നിയമ പോരാട്ടം നടന്നു. അതിൻ്റെ കാരണം TPG നമ്പ്യാരുടെ അനുമതിയോ കമ്പനിയുടെ ബോർഡിൻ്റെ അനുമതിയൊന്നും ഇല്ലാതെ ഇയാൾ സ്വന്തമായിട്ട് ഇത് വിൽക്കുകയാണ് ചെയ്തത്. അത് അന്നത്തെ 5,000 കോടിയോളം രൂപ വരുന്നൊരു ഡീലാണത്. BPL കമ്പനി 5,000 കോടിക്കാണ് ഹച്ചിന് കൊടുക്കുന്നത്. ഹച്ചിസൺ SR എന്ന് പറയുന്ന കമ്പനിയാണ്, അതൊരു വിദേശ കമ്പനിയായിരുന്നു. അവർക്ക് കൊടുത്തു. ആ പണമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ആ പണം കൊണ്ട് പിന്നീട് ജൂപ്പിറ്റർ ക്യാപിറ്റൽ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനി തുടങ്ങി. അദ്ദേഹം മറ്റ് പല കാര്യങ്ങളിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഏഷ്യാനിൽ ഇൻവെസ്റ്റ് ചെയ്തു, റിപ്പബ്ലിക് TV തുടങ്ങി, അത് നമുക്കറിയാം. അപ്പോൾ അന്ന് ഈ BPL മൊബൈൽ വിറ്റതിനെതിരെ TPG നമ്പ്യാർ കോടതിയിൽ പോയിരുന്നു, ആ കേസും കൂട്ടവുമായി. പക്ഷേ TPG നമ്പ്യാർ അതിൽ വിജയിച്ചില്ല. രാജീവ് ചന്ദ്രശേഖറാകട്ടെ ഈ പറയുന്ന ജൂപ്പിറ്റർ ക്യാപിറ്റൽ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആ കമ്പനിയുമായി പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു, അദ്ദേഹം രാജ്യസഭാ മെമ്പറാകുന്നു. ഇന്ന് അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കേരളത്തിൽ നിൽക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സെല്ലിംഗ് നടക്കുന്ന സമയത്ത് BPLൻ്റെ ഭാഗമല്ല രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഈ ലാൻഡ് അലോട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ ഇപ്പോൾ ഇതുവരെ, കാരണം TPG നമ്പ്യാർ 2024 വരെ മരിച്ചുപോയി, കഴിഞ്ഞ വർഷം മറ്റും മരിച്ചു. 24 21 കൃത്യമായിട്ട് എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. രാജീവ് ചന്ദ്രൻ്റെ മകൾ ഈ TPG നമ്പ്യാരുടെ മകളാണ്, രാജീവ് ചന്ദ്രൻ്റെ ഭാര്യ TPG നമ്പ്യാരുടെ മകളാണ്. അപ്പോൾ എന്തുകൊണ്ട് അതിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആരോപണം വരുന്നു എന്ന് ചോദിച്ചാൽ, ഭൂമി അലോട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം ആ കമ്പനിയിൽ ഉണ്ടെന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് വേറൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അതായത് കർണാടകയിൽ തന്നെ ബാംഗ്ലൂരിൽ കർണാടക മിൽക്ക് ഫെഡറേഷൻ, നമ്മുടെ മിൽമ പോലെ തന്നെ കർണാടകയുടെ നന്ദിനി ഇറക്കുന്ന സഹകരണ സംഘമാണ്. അപ്പോൾ കർണാടക മിൽക്ക് ഫെഡറേഷന് ഓഫീസ് പണിയാൻ വേണ്ടി കർണാടക സർക്കാർ ഭൂമി അനുവദിച്ചു. ആ അനുവദിച്ച ഭൂമി രാജീവ് ചന്ദ്രശേഖറിന് 98% ഓഹരിയുള്ളൊരു കമ്പനി. ആ കമ്പനിയുടെ കൃത്യമായ പേര് എനിക്ക് ഓർമ്മയില്ല. ആ കമ്പനി എന്ത് ചെയ്യുന്നു, KMFൽ നിന്ന് അത് ലീസിനെടുക്കുന്നു. ലീസെടുത്തിട്ട് അവരത് മോഡ്ഗേജ് ചെയ്യുകയോ മുറിച്ച് വിൽക്കുകയോ ചെയ്തു. അപ്പോൾ അന്ന് ഈ ആരോപണം ഉണ്ടായിരുന്നു, അതിലും അന്വേഷണം കടന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല, കാരണം BJP സർക്കാരാണല്ലോ കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൽ അന്വേഷണമൊന്നും ഉണ്ടായില്ല, അന്നും ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇത് തിരിയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, കേരളത്തിൽ ഇന്ന് 2 മാധ്യമ സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ള 2 ബിസിനസ്സുകാർ, ആ ബിസിനസ്സുകാർ തമ്മിലുള്ള റൈവലറിയാണ് രാജീവിനെതിരെ പോയി ഉയർന്നു വരാനുള്ള കാരണം. അപ്പോൾ രാജീവ് സ്വന്തം ഫാദർ ഇൻ ലോയെ ചതിച്ചിട്ടാണ്, അതായത് BPL മൊബൈൽ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ വിറ്റുകൊണ്ടാണ് ധനികനായത് എന്നൊരു നറേറ്റീവ് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത്തരം റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. കാരണം BPL മൊബൈൽ ആ കേസും നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു തട്ടിപ്പുകാരനായ ധനികനാണ്, അങ്ങനെ പണം കൊടുത്ത് രാജ്യസഭാ സീറ്റ് നേടിയ ആളാണ്, വളഞ്ഞ വഴിയിലൂടെ BJPയിൽ കയറി കേന്ദ്രമന്ത്രി ആളാണെന്ന് തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ മുമ്പേ ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ മാത്രം നടക്കേണ്ട ഒരു അന്വേഷണമല്ല കർണാടകയിൽ. അതൊരു 50 വർഷം നീണ്ട വലിയൊരു തട്ടിപ്പിൻ്റെ 1.5 ലക്ഷം ഏക്കർ ഭൂമി തട്ടിയെടുത്തതിൻ്റെ, പലരുമായി തട്ടിയെടുത്തതിൻ്റെ അതിൽ BPL കമ്പനിക്ക് പങ്കുണ്ടെങ്കിൽ, കാരണം BPL ആണ് അതിന് മറുപടി പറയുന്നത്. BPL ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അവരിതിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇതിൽ പെടുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് തന്നെ അവരതിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമി അനുവദിച്ചപ്പോൾ അദ്ദേഹം അതിലുണ്ടായിരുന്നു, ആ കമ്പനിയിലുണ്ടായിരുന്നു, പിന്നീട് അത് അതിലില്ല എന്നിരിക്കെ ഭൂമി മറച്ചു വിറ്റതിന് അല്ലെങ്കിൽ മുറിച്ചു വിറ്റതിന് രാജീവ് ചന്ദ്രശേഖർ പ്രതിയാവുമോ, ഇല്ല അന്വേഷണത്തിൽ വരുമോ എന്നുള്ള കാര്യം ഡിബേറ്റബിളാണ്. ലാൻഡ് അലോട്ട് ചെയ്തപ്പോൾ അദ്ദേഹം BPL ഉണ്ടായിരുന്നുള്ളൂ. ലാൻഡ് മുറിച്ച് വിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹം BPL വിട്ടിരുന്നു. BPLുമായിട്ട് നിയമയുദ്ധത്തിലായിരുന്നു ആ സമയത്ത് അദ്ദേഹം. അപ്പോൾ ആ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ പെടുമോ എന്നറിയില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട മറ്റ് പല അലിഗേഷൻസും കർണാടകയിൽ തന്നെ ഉണ്ട് എന്നിരിക്കെ സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികൾ അത് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്, അത് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. CPMും കോൺഗ്രസും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറം ഇപ്പോൾ അത് കത്തി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്നത്തെ 2ാമത്തെ വിഷയത്തിൽപ്പെട്ട മറ്റൊരു ബിസിനസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്ന ഒരു പരാതി, ഒരു ആരോപണം മാത്രമായി കാണുന്നുണ്ടോ? അതിലപ്പുറം കോടികളുടെ ക്രമക്കേട് നടന്നു എന്ന പരാതി വരുന്നു. അത് അന്വേഷിച്ച് അതിൽ പങ്കുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടതല്ലേ?
അല്ല ദിവ്യ, ഇത് ഗൂഢാലോചന ഭാഗമായിട്ട് തെറ്റായ ഒരു സംഗതി ഉണ്ടാക്കിയെന്ന് പറയാനേ പറ്റില്ല. കാരണം കർണാടകയിലെ ആളുകളിൽ നിന്ന് സർക്കാർ പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയും പൊതു താല്പര്യത്തിന് വേണ്ടിയും എന്ന പേരിൽ ഭൂമി സർക്കാർ തീരുമാനിച്ച വിലയ്ക്ക് എടുക്കുന്നു, എന്നിട്ട് ഒരു സ്ഥാപനത്തിന് കൊടുക്കുന്നു. അവരാവട്ടെ സർക്കാർ പറഞ്ഞ അല്ലെങ്കിൽ ജനങ്ങളോട് വാഗ്ദത്തം ചെയ്ത, ഇപ്പോൾ ഞങ്ങൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ്, അവിടെ 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ പോകുന്നു, ആ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അത് പൊതു താല്പര്യമായി മനസ്സിലാക്കിക്കൊണ്ട് കർഷകരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾക്ക് തരണം. 7 കോടി സംതിങ്ങിനാണല്ലോ ഇത് വാങ്ങിച്ചെടുക്കുന്നത്. അപ്പോൾ അത്രയും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ പൊതുഭൂമി ഇവർക്ക് കൊടുക്കുന്നത് എന്തിനാണ്? ആ കൊടുക്കുന്നതിനേക്കാൾ വലിയ റിട്ടേൺ അവർ തിരിച്ച് നമ്മുടെ പബ്ലിക് സെക്ടറിലേക്ക് തരുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ദശാബ്ദക്കാലത്തോളം അവിടെ ഇടുന്നു, അതിനുശേഷം അവർ അതിൻ്റെ 10-100 ഇരട്ടി രൂപയ്ക്ക് വിറ്റ് കളയാണ്. അപ്പോൾ അതിനകത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ മാത്രമാണോ ആരോപണം ഉയരേണ്ടതെന്ന് ചോദ്യം നേരത്തെ അജിംസ് ചോദിച്ചിട്ട്. അതല്ല പ്രശ്നം. നമ്മളിപ്പോൾ കേരളത്തിന് പുറത്ത്, കേരളത്തിലാണ് ഇവിടെ ലാൻഡ് ഏറ്റെടുക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾക്ക്, സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക് ലാൻഡ് കൊടുക്കലൊക്കെ പ്രധാനപ്പെട്ട വാർത്തയാവുകയും അതിന് സോഷ്യൽ ഓഡിറ്റ് എപ്പോഴും ഉണ്ടാവുകയും സർക്കാരിനോട് ക്വസ്റ്റ്യൻ ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോയാൽ പലപ്പോഴും ഇത്തരം വൻകിട കമ്പനികൾക്ക് 100 കണക്കിന് ഏക്കർ ഭൂമി പതിച്ചു കൊടുക്കുക എന്നത് ആരോടും ചോദിക്കാതെ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്ത്യയിൽ അതൊരു പുതിയ കാര്യമല്ല, ഇന്ത്യയിൽ ഞെട്ടിക്കുന്ന സംഗതിയല്ല. കർണാടകയിലായാലും കൊള്ളാം, അങ്ങോട്ട് നിങ്ങൾ അപ്പുറത്തെ നോർത്തിലേക്ക് ഏത് സംസ്ഥാനങ്ങളിലേക്ക് പോയാലും വൻകിട കമ്പനിക്കാർ വരുന്നു, സർക്കാരിനോട് ചോദിക്കുന്നു, സർക്കാർ ഭൂമി എടുത്തു കൊടുക്കുന്നു. അത് സർക്കാരും അവരും നമ്മുടെ ഡീലാണ്. നമ്മളിവിടെ ഗുജറാത്തിലെയൊക്കെ കാര്യം എന്തുമാത്രം തവണ പറഞ്ഞിട്ടുണ്ട്, മധ്യപ്രദേശിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി ഉത്തർപ്രദേശിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് ഭൂമി വൻകിട വ്യവസായികൾക്ക് സർക്കാർ കൊടുക്കുകയാണ്. അവരത് എന്ത് ചെയ്യുന്നു, എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുവഴി പാവപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടുന്നു എന്നതിനെക്കുറിച്ചൊന്നും സർക്കാരിൻ്റെ കൺസേൺ അല്ലെന്ന് മാത്രമല്ല, 100 കണക്കിന് പാവപ്പെട്ടവർ, ആദിവാസികൾ, ദലിതർ ആട്ടിയിറക്കപ്പെടുകയോ അല്ലെങ്കിൽ മൃഗീയമായ ആക്രമണങ്ങൾക്ക് വിധേയരായി ഇറങ്ങിപ്പോവുകയോ ചെയ്യേണ്ടി വരുന്നു. ആ ആക്രമണങ്ങൾക്ക് പലപ്പോഴും ഭരണകൂടങ്ങൾ തന്നെ നേതൃത്വം കൊടുക്കാൻ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കർണാടകയിൽ ഈ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു രാജീവ് ചന്ദ്രശേഖർ സർക്കാരിനെ, നിഷ്കളങ്കനായ ഒരു സർക്കാരിനെ, അല്ലെങ്കിൽ നിഷ്കളങ്കരായ മന്ത്രിമാരെ പറ്റിച്ച ഏർപ്പാടൊന്നുമല്ല, ഇത് എല്ലാവരും കൂടിയിട്ടുള്ള ഏർപ്പാടാണ്. അപ്പോൾ അതിനകത്ത് കർണാടകയിലെ സർക്കാരിന് പോലും ഉത്തരവാദിത്വമുണ്ട് എന്നതാണ്. കർണാടക സർക്കാരാണല്ലോ ഇത് പ്രോപ്പർ ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പോലും അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഗവൺമെൻറ് ഇനിയിപ്പോൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സർക്കാരിന് റീഓപ്പൺ ചെയ്യാമല്ലോ, സർക്കാരിന് പൊസിഷൻ എടുക്കാമല്ലോ, എടുക്കുന്നില്ല. അപ്പോൾ ഇത് ഗവൺമെൻറ്റും വ്യക്തികളും തമ്മിലുള്ള ഏർപ്പാടാണ്. ഞങ്ങൾ തന്ന ഭൂമി നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമി തിരിച്ചെടുക്കും എന്ന് പറയാൻ. പാട്ടത്തിനാണല്ലോ കൊടുക്കുന്നത്. ആ പാട്ടത്തിന് കൊടുക്കുന്ന ഭൂമി പിന്നീട് ക്രമപ്പെടുത്തി കൊടുക്കുകയാണ്. അത് BJP സർക്കാരിൻ്റെ കാലത്താണെന്ന് പറയപ്പെടുന്നു. സോ ഞങ്ങൾ എന്നുള്ള ഭൂമി നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അത് നാടിന് ഗുണമുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അത് എപ്പോഴും ഓഡിറ്റ് ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഇല്ല തിരിച്ചെടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ഭരണകൂടത്തിലാണ്. സോ ഇത് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരും വൻകിട കോർപ്പറേറ്റുകളും ചേർന്ന് പൊതുഭൂമി തട്ടിയെടുക്കുകയും പാവപ്പെട്ടവരെ അവരുടെ ഭൂമി ഇല്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്ന വലിയ എത്രയോ കാലമായിട്ടുള്ള സ്കാമിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം ഇതിനകത്ത് അക്കൗണ്ടബിൾ ആണെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ ടെക്നിക്കലി നോക്കിയാൽ ഈ ഭൂമി മറച്ചു വയ്ക്കുന്ന കാലത്ത് അദ്ദേഹം ഉണ്ടായില്ല. പക്ഷേ ഇത് വാങ്ങിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇത് എന്താ പറയുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ കൂടുതൽ ഭൂമിയാണ് ചോദിച്ചത്രയും ഭൂമി കിട്ടിയില്ല. 500 ഏക്കർ സംതിങ് ചോദിച്ചത്. 500 ഏക്കർ ചോദിച്ചു കൊടുത്തില്ല. അപ്പോൾ ചോദിക്കുന്ന അത്ര ഭൂമിയാണ്, അത്രയും ഭൂമി സർക്കാരിൻ്റെ നിന്ന് എടുക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എടുക്കാനുള്ള പ്ലാൻ എന്തിനാണ്? മറിച്ച് വിൽക്കാനാണ്. അപ്പോൾ അവർ ഉദ്ദേശിച്ച പൈസ എത്രയാണ്? അവർ ടാർഗറ്റ് വെച്ച പൈസ അത്രയും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, കാരണം സർക്കാർ കുറച്ചല്ലേ കൊടുത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു ദുരുദ്ദേശത്തോടെ വാങ്ങിയെടുക്കാനുള്ള ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാണ്, അത് പരിശോധിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് പങ്കാളിത്തമില്ല എന്നുള്ള ട്രൈബ്യൂണൽ ഉത്തരവെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം സാമ്പത്തിക ക്രമക്കേടായിരുന്നു. നേരത്തെ അജിംസ് വേറൊരു സംഗതി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ ആക്ഷേപമായിരുന്നു നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ്, BJPയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന കമ്പനി എവിടെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ശതകോടീശ്വരനായ മനുഷ്യൻ. അദ്ദേഹത്തിന് 36 കോടി രൂപയെ കൂടിയുള്ളൂ എന്നാണ് ഈ ഇതിൽ കാണിക്കുന്ന കാര്യം. ഷെയറിൻ്റെ വാല്യൂ കുറച്ച് അദാനി ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കാൻ വേണ്ടി ഷെയറിൻ്റെ വാല്യൂ പെരുപ്പിച്ച് കാണിക്കുന്നുള്ളൂ. അദ്ദേഹം ഷെയറിൻ്റെ വാല്യൂ കുറച്ച് വയ്ക്കുക, പലയിടത്തുള്ള അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ ടെക്നിക്കൽ സാധ്യതകൾ ഉപയോഗിച്ച് നമുക്ക് പലയിടത്തുനിന്നും വിഘടിച്ച് നമുക്ക് ഡിറ്റാച്ചഡായി നിൽക്കാൻ പറ്റും. ആ സാധ്യതകളെയൊക്കെ പ്രയോജനപ്പെടുത്തി താനങ്ങനെ പൈസയൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്, ആകെ 36 കോടിയേ തൻ്റെ ഉള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിക്കുകയും പരാതി കൊടുക്കുകയും ആ പരാതി ഇപ്പോൾ അവിടെ കിടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇത്തരം സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിൽ അങ്ങേയറ്റം സുതാര്യതയുള്ള, എല്ലാ കാര്യത്തിലും വളരെ കൃത്യതയോടെ പോകുന്ന ഒരാളാണ് എന്ന് വിചാരിക്കാനും നിവൃത്തിയില്ല. ഇന്ന് അദ്ദേഹം പറയുന്നു, തനിക്കെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുക. അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയും SDPI നേതൃത്വം കൊടുക്കുന്ന കപട മതേതരത്തിൻ്റെ ഫാബ്രിക് പൊളിക്കാൻ വന്നിരിക്കുന്ന ഒരു അവധൂതനാണ് ഞാനെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് തനിക്കെതിരെ ഉയർന്നു വരുന്ന സാമ്പത്തിക ആരോപണങ്ങൾ പലതുണ്ട്, ഇതൊന്നും മാത്രമല്ല. ഉന്നയിക്കുമ്പോൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDPI, കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഉയർന്നു വരുന്നു, ഇപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ ആരോപണ വിധേയരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരും അവർ നേതൃത്വം കൊടുക്കുന്ന പല സ്ഥാപനങ്ങളിലൊന്നും ഒരു മാധ്യമ സ്ഥാപനമാണ്. അപ്പോൾ അതിനകത്ത് ഈ വാർത്ത കൂടുതൽ വരുന്നത്
ആ തരത്തിലുള്ള റൈവലറിയുടെ ഭാഗമായിരിക്കാം. പക്ഷേ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, സർക്കാരും കമ്പനികളും ചേർന്ന് നടത്തുന്ന ഭൂമി കുംഭകോണത്തിൽ ഒരു ഘട്ടത്തിൽ പങ്കാളിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഇന്നിപ്പോൾ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് മാത്രമല്ല, കമ്പനി ഉടമ മാത്രമല്ല, ഏതൊരു കുറിപ്പ് എഴുതിയിട്ട് ഒഴിഞ്ഞു പോയി. ഇന്ന് അദ്ദേഹം കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയെ മുൻനിർത്തിക്കൊണ്ടുള്ള കമൻറ്റ് പറയാനും അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അദ്ദേഹം കൂടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ സർക്കാരിനെ പറ്റിച്ച് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഭൂമി വാങ്ങിച്ചിട്ടുണ്ടോ എങ്കിൽ അതിന് അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ടല്ലോ. പിന്നെ തെരഞ്ഞെടുപ്പ് കത്തിയാകുമ്പോൾ അദ്ദേഹം മറുപടി പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക കുറ്റകൃത്യ ആരോപണങ്ങൾക്കും മറുപടി പറയേണ്ടതുണ്ട്. മറ്റേ പ്രശ്നം ഇത് കത്തി നിൽക്കുന്നതിന് വേറെ പല കാരണമുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു മഹാനും അല്ലെങ്കിൽ നിഷ്കളങ്കനും സുതാര്യതയുള്ള ബിസിനസ് നടത്തുന്ന ഒരാളും സാമ്പത്തികമായ എല്ലാ അർത്ഥത്തിലും സത്യം മാത്രം പറയുന്ന ഒരാളെന്ന് വിചാരിക്കാൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ന്യായങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കർണാടകയിലെ ഭൂമി ക്രമക്കേട്, ആ ഭൂമി പരാതി, അത് കോടികളുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പറയുന്നത്. അത് അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ശക്തമായ ഒരു അന്വേഷണം നടത്തി അതിൽ സത്യം പുറത്തു വരേണ്ടതാണ്. കാരണം പാവപ്പെട്ട കർഷകരുടെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഈ രീതിയിൽ വഴിവിട്ട ഇടപെടലിലൂടെ തട്ടിയെടുക്കുകയും അത് കോടികൾക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖറിന് പങ്കുണ്ട് എങ്കിൽ അത് പുറത്തു വരേണ്ടതാണ്. പക്ഷേ കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്തി അതിൽ സത്യം പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യതയുമില്ല. അതിനുള്ള ഒരു പ്രതീക്ഷയുമില്ല എന്തായാലും.